അരുൺ, ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു, കഞ്ചാവ് ഉപയോഗിച്ചിരുന്നു എന്നതുൾപ്പെടെ എന്തെല്ലാം നിർണായക വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്? ഓരോ നിമിഷവും പുറത്തു വരുന്ന വിവരങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗം, അതോടൊപ്പം തന്നെ ലഹരി മരുന്ന് ഉപയോഗിച്ചു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ ഗോവിന്ദച്ചാമി ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഈ ജയിലിലുള്ള അതീവ സുരക്ഷാ ബ്ലോക്കിൽ കഴിയുന്ന ഗോവിന്ദച്ചാമി അവിടുത്തെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്നാണ് ഇത്തരമൊരു ജയിൽ ചാട്ടം നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വിവരങ്ങൾ DIGയുടെ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടിലും അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ 10-ാം ബ്ലോക്കിലെ B സെല്ലിൽ കഴിയുന്ന ഗോവിന്ദച്ചാമി ആസൂത്രിതമായി മാസങ്ങളെടുത്ത് നടത്തിയ ഒരു ഈ ജയിൽ ചാട്ടത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ, അതിനുവേണ്ടി ഈ ഇരുമ്പ് കമ്പി മുറിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധം ഈ സെല്ലിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു. ഇതൊന്നും കണ്ടെത്താൻ നിരന്തരം, അതായത് ദിവസേനയുള്ള പരിശോധനകൾ നടക്കുന്ന ഈ സെല്ലിൽ അല്ലെങ്കിൽ ഈ ബ്ലോക്കിൽ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഗൗരവമായിട്ടുള്ള കാര്യം. അതിനുശേഷം അയാൾ ഈ സഹതടവുകാരോട് ഈ കാര്യങ്ങൾ പറയുന്നു. അവർ പറഞ്ഞിട്ടുള്ള അതിൽ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സഹതടവുകാരനാണ് പറഞ്ഞത്, ജയിൽ ചാടിയാൽ 6 മാസം മാത്രമേ ശിക്ഷയുണ്ടാവൂ എന്ന് ഗോവിന്ദച്ചാമിയോട് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇയാൾ ജയിൽ ചാടിയതിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഇയാളുടെ തീരുമാനം. അങ്ങനെ ഇയാൾ ജയിൽ ചാടിയതിനു ശേഷം പള്ളിക്കുന്നിൽ നിന്ന് നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഇയാൾ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. പക്ഷേ ഇയാൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റി. ആ ഘട്ടത്തിൽ പിന്നീട് ഇയാൾ വഴി കണ്ടുപിടിച്ച് വീണ്ടും മുന്നോട്ട് പോയപ്പോഴാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അതിനാടകീയമായി ഗോവിന്ദച്ചാമിയെ മണിക്കൂറുകൾക്കകം പിടികൂടാൻ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസിന് സാധിച്ചു. പക്ഷേ നിലവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് പോലീസിന് വേഗത്തിൽ പിടികൂടാൻ സാധിച്ചെങ്കിലും ജയിലിലെ സുരക്ഷാ വീഴ്ച അത് അതീവ ഗൗരവമാണ്. അതിൽ കൂടുതൽ ഈ 4 ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ എന്നതിൽ ഒതുങ്ങില്ല. അത് കൂടുതൽ സസ്പെൻഷൻ നടപടികൾ, കൂടുതൽ നടപടികളിലേക്ക് പോകും.